മോശക്കാരൻ്റെ അരികിലേക്ക് പോയാലും സംസാരിക്കാൻ, ദഅവത്ത് ചെയ്യാൻ, ജോലി ചെയ്യാനുള്ള പക്വതയും പാകതയും ഉണ്ടാകും. ദാരിദ്ര്യം കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പഴയ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് പണ്ഡിതന്മാർക്ക് മറ്റുള്ള വിദ്യാഭ്യാസം നൽകിയിട്ട് ഇതിന് പുരോഗമിച്ചു കൊണ്ടുപോകുന്നത്. അതേ നേരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ സ്വീകാര്യമായ മദ്ഹബുകൾ 4 എണ്ണമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി, ബഹുമാനപ്പെട്ട ഹനഫി ഇമാമിന്റെ വഫാത്തിന്റെ ദിവസമാണ് ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത്. ഷാഫി ഇമാമിന്റെ ഉസ്താദ് ആരാന്ന് വെച്ചാൽ മാലിക് ഇമാമ. ഷാഫി ഇമാമിന്റെ അത് പ്രധാനപ്പെട്ട ശിഷ്യനാരെന്ന് ചോദിച്ചാൽ ഹംബലി ഇമാമ. 3 ആളുകളും മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഷാഫി ഇമാം, ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ഹംബലി ഇമാം. ഐക്യത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, നൽകപ്പെടേണ്ട ബഹുമാനത്തോടു കൂടിയാണ് ലോകത്ത് അവർ ജീവിച്ചത്, ഇല്ലേ? ഇമാം മാലിക്കിന്റെ മൊത്തടുത്ത് നോക്കിയാൽ കാണാം, റവാ മാലിക് അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ അൻ റസൂലില്ലാഹ്. ഇമാം മാലിക്കിന്റെയും മഹാനായ നബിന്റെ ഇടയിലും 2 ഉസ്താദന്മാരാണ് മാലിക് ഇമാമിനുള്ളത്. മാലിക് ഇമാം നേരെ ഉസ്താദാരാ? റവാ നാഫി എന്നവരാ. നാഫിന്റെ ഉസ്താദാരാ? റവാ അൻ നാഫിൻ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നേരെ പിന്നെ നബിയ. അങ്ങനെയുള്ള 2 ഉസ്താദന്മാർ കൊണ്ട് നബിയിലേക്ക് എത്തിയാൽ ഇമാം ഷാഫിയിലെ 3 ആളുകൾ മാത്രമാണ്, ഹംബലി ഇമാമിന് 4 ആളുകൾ മാത്രമാണ്. അങ്ങനെ നബിയോട് ആ സിൽസില ചേർത്തുകൊണ്ട് ആ നിമിത്തങ്ങൾ സ്ഥാപനത്തിന് പഠിപ്പിച്ച ആ ഇൽമാണ് ലോകത്തിൽ അവതരിപ്പിച്ചത്. ആ ഇമാം ഷാഫിയുടെ അറിവ് ലോകത്തെ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു നല്ലൊരു ശാഖയാണ് ഈ ബദരിയ നഗറിൽ വാദി സലാമ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം. അതുകൊണ്ട് നല്ലവരായ എല്ലാവരും, ധനാഢ്യന്മാരും, അതിനെ സഹായിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും ഇതിൽ നിന്നേറ്റിക്കൊണ്ട് ഹൃദയത്തിൽ ഇങ്ങനെ സ്ഥലം പിടിപ്പിച്ചുകൊണ്ട് ഇതിനുള്ള ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്ഥലം നൽകിയ അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിന് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും ആരൊക്കെയാണോ ധനം സംഭാവനയായി കൊടുത്തത്, റഹ്മാനായ തമ്പുരാനെ അവരുടെ ആ സദഖനെ നീ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ബാക്കിയ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹുവേ. മഹാനബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ബാറക്കല്ലാഹു ഫീമാ അൻഫഖത വഫീമാ അംസകത, നബി തങ്ങൾക്ക് സംഭാവന കൊടുത്താൽ ആരക്കും പടച്ചവനെ ഈ ധർമ്മം ചെയ്തതിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അതേപ്രകാരം തന്നെ അവരൊക്കെ മിച്ചമുള്ള സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ. അതേ ദുആയാണ് നമുക്കും ദുആരക്കാനുള്ളത്. എല്ലാവരുടെ ആ സംഭാവന സ്വാലിഹ അമല സ്വീകരിച്ച് ആഖിറത്തിൽ അവർക്ക് ഫലവത്തായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരെ കൈവശമുള്ള സമ്പത്തിൽ ബർക്കത്ത് ചെയ്ത് വീണ്ടും വീണ്ടും ഇമാം ഷാഫി അക്കാദമിക്കും അതേപ്രകാരം തന്നെ മറ്റുള്ള അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കും സഹായിക്കാൻ ശക്തി നൽകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷന്റെ ആമുഖ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, മറ്റുള്ള പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് അവറുകളെ, മറ്റു അധ്യാപകന്മാരെ, വിദ്യാർത്ഥികളെ, സ്നേഹിതന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കാസിം ഉസ്താദിൻ്റെ പ്രയത്നം കുറച്ച് കൊല്ലങ്ങളായിട്ട് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടം ചാട്ടും, അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം ഈ തരത്തിൽ ഉണ്ടാക്കാനുള്ള ആ പാച്ചിൽ അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇത്ര നല്ലൊരു മനോഹരമായ അറിവിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയതിൽ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അത് പൂർണ്ണമാക്കാനും അതിൻ്റെ അദ്ദേഹം ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ വേണ്ടി അള്ളാഹു അതിനുള്ള ശക്തിയും കഴിവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ ആ എളിമയുള്ള അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും അതും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടാണ്. ഞാൻ അതിന് മുമ്പും ഇവിടെ വന്നിരുന്നു. എനിക്ക് വളരെ
എൻ്റെ പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ വളരെയധികം നല്ലൊരു പ്രവർത്തനമായി തോന്നി. നിങ്ങളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പണ്ഡിതന്മാരുടെ ധാരാളം നല്ല പ്രസംഗങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ഇമാം ഷാഫി അക്കാഡമിയുടെ ഈ പരിപാടിയുടെ വിജയത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിരക്കുന്നു. റഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാദരണീയനായ അധ്യക്ഷൻ UM ഉസ്താദ് അവർകളെ, ഇമാം ഷാഫി അക്കാഡമിയുടെ ശില്പിയും അതിൻ്റെ എല്ലാമായ അഭിവന്ദ്യനായ കാസിം ഉസ്താദ് അവർകളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയരായ നേതാക്കളെ, ബഹുമാന്യനും ആദരണീയനുമായ പെണങ്ങോട് അബൂബക്കർ സാഹിബ്, മറ്റു നേതാക്കളെ, സുഹൃത്തുക്കളെ, ഒരു ആശംസാ പ്രസംഗത്തിന് ഇവിടെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ ആശംസ നേരേണ്ടുന്ന ഒരു സ്ഥാപനമല്ല ഇത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ സമയവും സന്ദർഭവും ധനവും ഉപയോഗപ്പെടുത്തി ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പടപൊരുതുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ കൂട്ടായ്മയുടെ ഫലമായി പടുത്തുയർത്തിയ ഈ മഹാസൗധം സമുദായത്തിന് സമർപ്പിച്ച ഈ മഹത്തായ സമ്മേളനത്തിൽ സർവശുക്രും സർവസ്തുതിയും സർവശക്തനായ അള്ളാഹുവിനെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. UM ഉസ്താദ് അവർകൾക്കും അതുപോലെ പ്രസിദ്ധനായ വ്യവസായ പ്രമുഖൻ ബഹുമാനപ്പെട്ട MP ഷാഫി ഹാജി അവർകൾ, അവരുടെ ആഗമനം വളരെയേറെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ ആഗമനത്തെയും വളരെയേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അതേപോലെ ബഹുമാനപ്പെട്ട പിണങ്ങോട് അബൂബക്കർ സാഹിബ് അവർകൾ വളരെ അർത്ഥവത്തായ പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വളരെ സവിസ്തരമായി സംസാരിക്കുന്നു. അതാണ് നാം കേൾക്കാനും മനസ്സിലാക്കുവാനും വളരെയേറെ ആഗ്രഹിക്കുന്ന ആ മഹത്തായ പ്രസംഗം. ഇൻഷാ അല്ലാ മഗ്രിബ് ബാങ്ക് ഇടയിൽ വന്നാൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ വീണ്ടും അത് തുടർന്ന് പരിപൂർണമായും ഒരു വെപ്പിൽ എത്തിച്ചിട്ട് നിർത്തുകയുള്ളൂ. ആ രൂപത്തിൽ ബലപ്പെട്ട ആ സംസാരത്തെ നിങ്ങളെല്ലാവരും കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പനങ്ങോട് അബൂബക്കർ സാഹിബ് അവർകളെ ആദരവ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ അധ്യക്ഷൻ UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളെ, യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കോട്ടുമല ബാബു മുസ്ലിയാർ, ഈ സ്ഥാപനത്തിൻ്റെ അഭിവന്ദ്യനായ നായകൻ ബഹുമാനപ്പെട്ട കാസിം മുസ്ലിയാർ കുമ്പള, ഈ വേദിയിലെ ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സാലിഹായ ഒരു ഇബാദത്തായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മുടെ ബഹുമാന്യ ഗുരുജനങ്ങളുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. വൈജ്ഞാനിക ലോകത്ത് മഹാത്ഭുതമെന്ന് പണ്ഡിത ലോകം ഏകകണ്ഠമായി വിധി എഴുതിയ
മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു ക്യാമ്പസിൽ വന്ന് സംസാരിക്കാൻ സന്ദർഭമുണ്ടായത് തന്നെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം തന്നെ മഹാന്മാരെയും മഹത് പ്രവർത്തനങ്ങളെയും അനുസ്മരിക്കലാണ്. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 4000-ഓളം സ്ഥലങ്ങളിൽ അനുസ്മരണങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മുൻഗാമികളായ ആളുകളുടെ സത്പ്രവർത്തനങ്ങളും അവരുടെ സേവനങ്ങളുമൊക്കെ ഓർത്തുവെക്കുകയും അത് പകർത്തപ്പെടാൻ സമൂഹത്തെ തയ്യാറാക്കുകയും സജ്ജമാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നന്മകൾ വറ്റിപ്പോകാതെ എന്നെന്നും നിലനിൽക്കാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് പഠിച്ച നരവംശ ശാസ്ത്ര പണ്ഡിതന്മാരുടെ പക്ഷം മനുഷ്യരുടെ ക്രിയശേഷി തന്നെ ശേഖരിക്കുന്നത് മുൻഗാമികളിൽ നിന്നാണ്. നമ്മിൽ എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ ആ നന്മകൾക്കൊക്കെ അവകാശികൾ നമ്മുടെ മുൻഗാമികളാണ്. നമുക്ക് നന്മ ചിന്തിക്കാൻ കഴിയുന്നത്, നന്മ പറയാൻ കഴിയുന്നത്, നന്മ പ്രവർത്തിക്കാൻ കഴിയുന്നത്, നന്മയെ സ്നേഹിക്കാൻ കഴിയുന്നതൊക്കെ നമ്മുടെ മുൻഗാമികളുടെ വകയാണ്. അവരുടെ ത്യാഗങ്ങളുടെ, സമർപ്പണങ്ങളുടെ ഗുണഫലങ്ങളാണ് നമ്മിലൂടെ പ്രകടമാകുന്ന, പ്രകാശിതമാകുന്ന എല്ലാ നന്മകളും. അതുകൊണ്ടാവാം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുസ് സ്വാലിഹീന കഫാറ എന്ന് പറയാനിടയായത്. സദ്വൃത്തരായ ആളുകളെ സംബന്ധിച്ച്, നല്ല മനുഷ്യന്മാരെ സംബന്ധിച്ച് ഓർക്കൽ, പറയൽ, അവരുടെ ധന്യമായ ജീവിതം പ്രചരിപ്പിക്കൽ പാപമോചനത്തിന് കാരണമാണ്. വളരെ പ്രാമാണികമാണ് ഈ വചനം. പാപമോചനത്തിന് കാരണമാണ് എന്ന് പറയുമ്പോൾ പാപരഹിതമായ ആളുകളിൽ നിന്നാണ് നന്മകൾ ഉണ്ടായിത്തീരുക. വളരെ ശാസ്ത്രീയമായ അർത്ഥത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് പറഞ്ഞത്. പാപരഹിതമായ, നിഷ്കളങ്കമായ, നിഷ്കപടമായ, സ്വാർത്ഥതയില്ലാത്ത നല്ല ആളുകളാണെങ്കിൽ അവരിലൂടെയാണ് ലോകത്ത് നന്മകൾ ഉണ്ടാവുക. അവരാണ് മാതൃകാ പുരുഷന്മാരായി മറ്റുള്ളവർക്ക് വെളിച്ചമായി നാൽക്കവലയിലെ നാട്ടുവെളിച്ചം പോലെ ഉപകാരപ്പെടുക. അതുകൊണ്ട് സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി പറയപ്പെടണം. അതുകൊണ്ടാവാം വിശുദ്ധ ഖുർആൻ 4000-ഓളം ഇടങ്ങളിൽ അങ്ങനെ പറഞ്ഞത്. ഇബ്രാഹിം നബി നല്ലവനായിരുന്നു, സാലിഹ് നബി, ശുഐബ് നബി, യൂനുസ് നബി, മൂസാ നബി, ഹാറൂൻ നബി, ദുൽകിഫിൽ നബി, ഇവരൊക്കെ സദ്വൃത്തരായിരുന്നു, ക്ഷമാശീലരായിരുന്നു എന്നൊക്കെ അടിക്കടി വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചത് പിൽക്കാല സമൂഹങ്ങൾ, വരാനിരിക്കുന്ന ജനപദങ്ങൾ, ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ ആ വെളിച്ചത്തിൽ നിന്ന് പ്രഭ സ്വീകരിച്ച് തുടർ സമൂഹത്തിന്, ജനതയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള വളരെ അർത്ഥപൂർണമായ, വളരെ ആധികാരികമായ, വളരെ ശാസ്ത്രീയമായ ഒരു സമീപന രേഖയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് പറയാൻ, ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതാണ്, നിങ്ങൾക്കറിയുന്നതാണ് എങ്കിൽ പോലും വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ധർമ്മസിദ്ധാന്തമുണ്ട്, ഒരു സാംസ്കാരിക ബോധനമുണ്ട്. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ, ആവർത്തിച്ച് പറഞ്ഞാൽ അതറിയുന്നവരിലും അറിയാത്തവരിലും മനസാന്തരങ്ങൾ ഉണ്ടാകും. അവരുടെ ഹൃദയങ്ങളിൽ അത് പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ച് അത് വിശ്വാസദാർഢ്യത കൂടാൻ ഇടയായിത്തീരും എന്ന അർത്ഥത്തിൽ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു വ്യക്തി എന്ന തലത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കാണാൻ കഴിയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്.
ലോകത്തെവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ അവർക്കെല്ലാം പരിചിതനായ, അവരൊക്കെ പരിചയപ്പെടേണ്ടുന്ന, അവരൊക്കെ ഓർത്തുവെക്കേണ്ടുന്ന, അവരൊക്കെ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു മഹാവിപ്ലവ വിസ്മയം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഹിജ്റ 150 മുതൽ 204 വരെയുള്ള 54 വർഷങ്ങൾ മാത്രം ജീവിച്ച വളരെ ഹ്രസ്വമായ ഒരു കാലയളവ് ഈ ഭൂമിയിലൂടെ കടന്നുപോയ, വളരെ കുറഞ്ഞ നാളുകൾ സമൂഹമധ്യത്തിൽ സംഭാവനകൾ അർപ്പിച്ച ഒരു വലിയ മനുഷ്യൻ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടാൻ, ഇത്രയേറെ സ്വീകരിക്കപ്പെടാൻ, ഇത്രയേറെ ആദരിക്കപ്പെടാൻ നിമിത്തമായ ധാരാളം കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇമാം ഷാഫിയുടെ നാവിലൂടെ അല്ലാതെ ഖുർആനും ഹദീസും ലോകം അറിഞ്ഞിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ നാവിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അന്തരാർത്ഥങ്ങളും ആഴത്തിലുള്ള അർത്ഥങ്ങളും സമഗ്രമായി ഗവേഷണം ചെയ്ത് പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദീകരിച്ച് വിപുലീകരിച്ച് സമൂഹത്തിന് സമർപ്പിച്ചത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല, ഒരു തത്വചിന്തകനും കവിയും മാത്രമായിരുന്നില്ല, സർവോപരി ത്യാഗിയായ ഒരു ദീനീ സേവകനായിരുന്നു. വളരെ ത്യാഗിയായ ദീനീ സേവകൻ. മഹാനവറുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ജനനം സംഭവിക്കുന്നത് ഫലസ്തീനിലാണ്. ഫലസ്തീനിലെ ഗസ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം സംഭവിക്കുന്നത്. പിതാവ് നേരത്തെ തന്നെ വഫാത്തായതുകൊണ്ട് 3 വയസ്സുകാരനായ കൊച്ചു ബാലനമൊത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവ് മക്കയിലേക്ക് കുടിയേറി താമസിക്കുകയാണ്. പ്രാമാണികമായ ചില അടിസ്ഥാന കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. വിശുദ്ധ മക്കയിലേക്ക് കുടിയേറിപ്പാർക്കാൻ കാരണമായതിനെ സംബന്ധിച്ച് പറഞ്ഞത്, മക്കയിലാണ് മഹാനവറുകളുടെ അടിവേരുകൾ ഉള്ളത്. ഖുറൈശി കുലം അവിടെ. പിതൃപരമ്പരയുടെ സംരക്ഷണങ്ങളും സഹായങ്ങളും ലഭ്യമാകുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീൻ കൂടുതലായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള, കൂടുതലായി പറയപ്പെട്ടിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ വലിയ ദർസുകൾ മസ്ജിദുൽ ഹറാമിലാണ് നടന്നിട്ടുള്ളത്. കുടുംബ പാരമ്പര്യങ്ങളോടൊപ്പം തന്നെ വൈജ്ഞാനികമായ, വിവരപരമായ, അറിവുപരമായ കാര്യങ്ങൾ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന 3 വയസ്സുകാരനെ വിശുദ്ധ മക്കയിലേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കാൻ ആ മാതാവിനെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണും. അന്നത്തെ മക്ക ഇന്നത്തെ പോലെയല്ല, നാഗരിക മാറ്റങ്ങൾ വേണ്ടതത്ര സംഭവിച്ചിട്ടില്ല. എന്നാൽ ഓരോ മൺതരിയിലും, ഓരോ ചലനങ്ങളിലും, ഓരോ ചെറു കാറ്റുകളിൽ പോലും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ മുതൽ അവസാനാക്ഷരങ്ങൾ വരെ നിറഞ്ഞ് കവിഞ്ഞ് പരന്നൊഴുകിയിരുന്നു. മക്കയെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞിടത്ത് കാണാം, ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമാണ് ആ ഭൂമി. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ സ്ഥാപിതമായ ആരാധനാലയങ്ങളിൽ 1-ാം സ്ഥാനമുള്ള പരിശുദ്ധ കഅബ അവിടെയാണുള്ളത്. മനുഷ്യരൊക്കെ നിസ്കാരത്തിലേക്കൊക്കെ ഏർപ്പെടുമ്പോൾ തവാഫ് മുറിഞ്ഞു പോകാതെ നിർവഹിക്കാൻ വേണ്ടി നിയുക്തരായ അനേകായിരം മലക്കുകളുടെ സജീവ സാന്നിധ്യമുള്ള ഒരു അനുഗ്രഹീത ഭൂമി കൂടിയാണ് അവിടെ. ലോകാവസാനം വരെയുള്ള മനുഷ്യർ അവരുടെ ഇബാദത്തിന്റെ കേന്ദ്രമായി തിരിഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീതമായ സ്ഥാപനം അവിടെയാണുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ അവസാനം വരെ പ്രഖ്യാപിക്കപ്പെടുന്ന ആ അനുഗ്രഹീത ഭൂതലത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ബാല്യം വളരണമെന്ന് അവരുടെ പ്രിയപ്പെട്ട മാതാവ് ആഗ്രഹിച്ചത് മതപക്ഷ വായനയിൽ ഒരു ഇൽഹാമായി വേണം കണക്കാക്കാൻ. ആ ഉമ്മക്ക് അങ്ങനെ തോന്നാൻ എന്താണ് കാരണം എന്ന ചോദ്യത്തിന്, ആ ഉമ്മ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എന്തായിരിക്കുമെന്നതിന് സ്വാലിഹത്തായ ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായ ഒരു തോന്നലാവാം അതിൻ്റെ കാരണം, അള്ളാഹു തോന്നിപ്പിച്ചതാവാം അതിൻ്റെ കാരണം എന്നേ പറയാൻ കഴിയൂ എന്നാണ് മഹാന്മാരായ സൂഫി ചിന്തകരുടെ പക്ഷം.
നമ്മൾ ആലോചിക്കേണ്ടത് 7 വയസ്സിനിടയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശുദ്ധ കഅബ ശരീഫിന്റെ പരിസരത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചു, ഹാഫിളായി. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിൽ ഒരു കുട്ടി ഹാഫിളായി എന്ന് കേൾക്കുമ്പോൾ ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് 7 വയസ്സിൽ ഹാഫിളായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ നാം ഓർത്തു വെക്കേണ്ടതാണ്. അത് പുനരവതരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ അനേക ലക്ഷങ്ങളായി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പരന്നു ഒഴുകിക്കൊണ്ടേയിരിക്കും. മഹാനവരുടെ ഓർമ്മശക്തിയെക്കുറിച്ച് ഇമാം ബുഖാരി തങ്ങളുടെ ഓർമ്മശക്തിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നിടത്ത് കാണാം, അദ്ദേഹത്തിന്റെ ഗുരുജനങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി 10 ഹദീസുകളുടെ സനദുകൾ കൂട്ടിക്കുഴച്ച് പറയുമ്പോൾ കൃത്യമായി അത് പറയാൻ, തിരുത്തി പറയാൻ അവർക്ക് സാധിച്ചിരുന്നു എന്ന്. വളരെ പ്രാമാണികമായ രേഖകളനുസരിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വളരെയേറെ മനപ്പാടമുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. വളരെയേറെ മനപ്പാടം. 22 വയസ്സാകുമ്പോഴാണ് അദ്ദേഹം 9 നാൾ കൊണ്ട്, 9 ദിവസങ്ങളെ കൊണ്ട്, 9 രാത്രിയിലെ ഏതാനും ചില ഭാഗങ്ങളെ കൊണ്ട് കാണാതെ പഠിച്ചത് എന്ന് കാണുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദീനയിൽ വിജ്ഞാനം തേടാൻ പോകുന്നതിന് മുമ്പായി ലോകത്താദ്യമായി രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം എന്ന പേരുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ 9 നാളുകളിലെ രാത്രികളിലെ ഏതാനും സമയങ്ങളെ കൊണ്ടാണ് കാണാതെ പഠിച്ചത്, ഹൃദിസ്ഥമാക്കിയത് എന്ന് കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച്, ഗ്രാഹ്യശക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഓർമ്മബുദ്ധിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അന്വേഷണാത്മകമായ ചിന്തകളെക്കുറിച്ച് സമകാലികരായ പണ്ഡിതന്മാർ പറഞ്ഞത് സമാനതയില്ലാത്ത ബുദ്ധിമാൻ എന്ന്. സമാനതയില്ലാത്ത ബുദ്ധിമാൻ. അത്ര വലിയ ബുദ്ധിയുള്ള ആളുകളെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന്, അത്ര വലിയ ഗ്രാഹ്യശക്തിയുള്ളവരെ ഞങ്ങൾക്കൊരിക്കലും പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികരൊക്കെ ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ശരീക്കന്മാരായ വിദ്യാർത്ഥികളൊക്കെ ഒരു ഗുരുവിനെ പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്, ആചാര്യനെ പോലെയാണ് പെരുമാറിയത്. അദ്ദേഹത്തിൻ്റെ കൂടത്തിലിരിക്കാനും അദ്ദേഹത്തിൻ്റെ മുൻപിൽ നടക്കാനുമൊന്നും സമകാലികരായ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ധൈര്യപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ അത് അദബുകേടാണെന്ന് മനസ്സിലാക്കിയിരുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ രേഖയിൽ കാണുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 14 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സായപ്പോൾ ഹറം ഷരീഫിലെ ഗുരുനാഥന്മാർ അദ്ദേഹത്തിന് ഫത്വ കൊടുക്കാനുള്ള അധികാരം നൽകി. ഈ കാലം പോലെയല്ല ആ കാലം എന്ന് പറയുന്നത്. ധാരാളം മദ്ഹബുകളുള്ള, ധാരാളം പുതിയ പുതിയ സംഭവങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്ന, ഒട്ടേറെ തർക്കങ്ങളുള്ള, ഇസ്ലാമികമായ ഒരു ചെറിയ ഭരണ സംവിധാനം നിലവിലുള്ള, ഭരണാധികാരികളൊക്കെ അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ദീവാനുൽ അമീറിൽ ഔഖാഫ് സംബന്ധമായ ധാരാളം തർക്കങ്ങളുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ മതവിധികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വളരെ സൂക്ഷ്മതയോട് കൂടി, വളരെ അവഗാഹത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമായിരുന്നു ആ കാലഘട്ടത്തിലെ മതവിധി എന്ന് പറയുന്നത്. ഹറമിലെ പണ്ഡിതന്മാരുടെ മതവിധിയാണ് അന്ന് മുസ്ലിം ലോകത്തിൻ്റെ അവസാന വിധിയായി, ആധികാരിക വിധിയായി ഖലീഫമാരൊക്കെ സ്വീകരിച്ചിരുന്നത്, അബ്ബാസിയ ഭരണകൂടങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നത്. ഓരോ ദിവസവും നിരവധി കാര്യങ്ങളിലെ വിധിയെ അന്വേഷിച്ചുകൊണ്ട്, ഫത്വ അന്വേഷിച്ചുകൊണ്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹറം ഷരീഫിലെ വലിയ വലിയ മുഫ്തിമാരുണ്ട്. സുഫിയാൻ ഇബ്നു ഉയൈന പോലെയുള്ള ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഗുരുവര്യനായ വിശ്വപ്രസിദ്ധ പണ്ഡിതനായിരുന്ന സുഫിയാൻ ഇബ്നു ഉയൈനയെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരായ, വിജ്ഞാനത്തിൻ്റെ സാഗരങ്ങളെന്നോ സമുദ്രങ്ങളെന്നോ പറഞ്ഞാൽ അധികരിക്കാത്ത, അധികമായി പോകാത്ത, വൈജ്ഞാനിക മലകളെന്ന് വിശദീകരിച്ചാൽ ഒട്ടും നീതി പുലർത്താത്ത അത്രയേറെ അറിവുള്ള ആളുകൾ, 40,000 50,000 ഒക്കെ ഹദീസുകൾ സനദടക്കം കാണാപ്പാടമുള്ള ആളുകൾ, എല്ലാ മദ്ഹബുകളെക്കുറിച്ചും എല്ലാ സരണികളെക്കുറിച്ചും സമഗ്രമായി ബോധമുള്ള ആളുകൾ, വിജ്ഞാനത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട ആളുകൾ, മതപണ്ഡിതന്മാർക്ക് സമൂഹത്തിൽ വളരെ പദവിയുള്ള കാലഘട്ടം, വളരെയേറെ ആദരവുള്ള കാലഘട്ടം. അക്കാലഘട്ടത്തിലെ മദീനയിലെ
മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന് ഖലീഫയെക്കാളേറെ ആദരവുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ പോകാൻ പോലും ഗവൺമെന്റ് അനുവദിച്ചിരുന്നില്ല. മദീനയിലെ ഗവർണർക്ക് പോലും ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണണമെങ്കിൽ മുൻകൂട്ടി അനുവാദം വാങ്ങണം. അത്ര വലിയ ആദരവുകൾ കൽപ്പിക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിലെ മതപണ്ഡിതന്മാർക്ക്. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ ഭരണ സംവിധാനങ്ങളിൽ, രാജ്യാന്തരീയ സംവിധാനങ്ങളിലൊക്കെ മതവിധിക്കായിരുന്നു പ്രാധാന്യം. ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ, ഒരു ആശുപത്രി ഉണ്ടാക്കണമെങ്കിൽ, അങ്ങനെ വികസനപരമായ കാര്യങ്ങളിലൊക്കെ മതം കൂടി ഇടപെട്ടുകൊണ്ട്, മതപക്ഷവും കൂടി പരിഗണിച്ചുകൊണ്ട്, മതപണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഒട്ടുമിക്ക ഭരണാധികാരികളും അവരുടെ ഭരണ നിർവഹണങ്ങൾ നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഫത്വ കൊടുക്കാനുള്ള അധികാരം മഹാന്മാരായവരുടെ പണ്ഡിതന്മാർ ഇജാസത്ത് അനുവദിക്കുന്നത്. ഇസ്ലാമിക ചരിത്രരേഖയിൽ കാണുന്നത് 13 വയസ്സിൽ മതവിധിക്ക് അനുവാദം കിട്ടിയ ഇസ്ലാമിക ലോകത്തിലെ ഏക പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാത്രമാണ്. 1000 ജമാഅത്തിന്റെ ഭാരവാഹികൾ പോയി അവിടെ കാണിക്ക കൊടുത്ത് ആ കാണിക്ക അവരെയും കൂടി കൂട്ടിയതിന്റെ ശേഷമാണ് മാടക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത്. അതേസമയം ഉദ്യാവരത്ത് ആ മക്ബറയിൽ ഉറൂസ് നടത്തുമ്പോൾ മാടക്ഷേത്രത്തിലെ ആ മതവേദസ്ഥന്മാരെ പള്ളിയിൽ പോയിക്കൊണ്ട് കാണിക്ക കൊടുത്ത് മതസൗഹാർദ്ദം പരസ്പരം കൈമാറിക്കൊണ്ടാണ് ഉറൂസുകൾ കുറിക്കുന്നത്. ഉറൂസ് കുറിക്കാൻ അമ്പലത്തിന്റെ നേതാക്കന്മാരും അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവം കുറിക്കാൻ പള്ളിയുടെ നേതാക്കന്മാരും സംയോജിക്കുമ്പോൾ അത് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന് കെളികെട്ട സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിൽ ഇന്നിവിടെ മതത്തിന്റെ പേരിൽ ആരും ഇവിടെ സ്പർദ്ധയുണ്ടാക്കിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് മതത്തിന്റെ അക്കൗണ്ടിലേക്ക് തള്ളപ്പെടേണ്ടതും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ക്യാമ്പ് കൊണ്ട്, ഈ സെമിനാർ കൊണ്ട്, ഈ മതസൗഹാർദ്ദ സംഗമം കൊണ്ട് നാം ഓരോരുത്തരും കണക്കാക്കേണ്ടത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഞാൻ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5 മണിക്ക് നമ്മുടെ സമാപന സമ്മേളനം നടക്കണം. ഞാൻ ആദ്യമായി നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ ഈ സ്ഥാപനത്തിന്റെ ശില്പി, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബഹുമാന്യനായ എം.എ. കാസിം മുസ്ലിയാർ അവർകളാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ സ്വാഗതവും, ഈ സംഗമത്തിൻ്റെ എല്ലാവിധ സ്വാഗതവും ആശംസിക്കുന്നു. അദ്ദേഹമാണ് യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്നുകൂടി അറിയിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട പി. കരുണാകരൻ MP അവർകളാണ്. അദ്ദേഹം ഇന്ന് എത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ പ്രസംഗിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ബി. വസന്തപൈ, കുമ്പള കണിപുര ഗോപാല ക്ഷേത്രം, അതുപോലെ തന്നെ ബദിയടുക്ക കെടഞ്ചി വിഷ്ണു ക്ഷേത്രം അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വസന്തപൈ അവർകളാണ്. അദ്ദേഹം വളരെ നല്ലൊരു പ്രഭാഷണം ഇവിടെ അവതരിപ്പിക്കുമെന്ന് ഉത്തമ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഇവിടെ കൂടെ നിങ്ങൾക്കൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്കിവിടെ നമ്മുടെ കുമ്പള ചർച്ചിലെ സെൻറ്റ് മോണിക് ചർച്ചിലെ വികാരി ഫാദർ മിൻസ് മാർസൽ സൽദാന അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ഇവിടെ ഞങ്ങളെ 2 കൈ കൊണ്ട് സ്വീകരിച്ച അമ്പലത്തിന മായ്പാടി രാജ പാലസിൻ്റെ അകത്തേക്ക് തന്നെ കൊണ്ടുപോയി ഞങ്ങൾ 2 കൈ, എന്നെയും താജ് അബ്ദുള്ളയും 2 കൈ കൊണ്ട് സ്വീകരിച്ച രഘുരാമവർമ്മ രാജ അവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കില്ല, എന്നാലും എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഞാൻ അർദ്ധമായി ഈ സ്ഥാപനത്തിൻ്റെയും ഈ സംഗമത്തിൻ്റെയും പേരിൽ അർദ്ധമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ കുമ്പള കണിപുര ക്ഷേത്രത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയ വസന്തപയ്യോടൊപ്പം ഇവിടെ എത്തിയ വെങ്കിടകൃഷ്ണ ഭട്ട് അവരുകളും ഞങ്ങൾ ആർദ്രമായിട്ടാണ് അവിടെ സ്വീകരിച്ചത്. ഞങ്ങൾ പോകുമ്പോൾ ബഹുമാന്യനായ നമ്മുടെ മഞ്ജുനാഥ് ആൾവയും അദ്ദേഹമൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നു. ഞങ്ങളെ വളരെ സൗഹാർദ്ദത്തോടുകൂടി സ്വീകരിച്ച അദ്ദേഹത്തെയും ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളിവിടെ ക്ഷണിച്ചത് സെയ്ദ് ഹാദി തങ്ങൾ മുഗലാൽ എത്തിക്കാണുന്ന കുമ്പള സംയുക്ത ജമാഅത്തിന്റെ സെക്രട്ടറിയാണ്, എത്തുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ DYSP രഞ്ജിത്ത് TB രഞ്ജിത്ത് ഏതായാലും ഈ പരിപാടി തീർന്നു ഞാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബഹുമാന്യനായ PV അബ്ദുൾ റസാഖ് MLA ഇപ്പോൾ UDFന്റെ യോഗം കാസർഗോഡ് വെച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ ഞാൻ ഇവിടെ എത്തും. വൈകുന്നേരം 5 മണിക്ക് എനിക്ക് തിരുവനന്തപുരം പോകേണ്ടതുണ്ട്, എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇവിടെ എത്തിയ ബഹുമാന്യനായ നമ്മുടെ BJPയുടെ മെമ്പർ
രമേശ് ഭട്ട്, നമ്മുടെ ഈ തൊട്ടടുത്ത വാർഡിൽ പ്രതികരിക്കുന്ന BJPയുടെ മെമ്പർ രമേശ് ഭട്ട് അവർകളാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുകയും ഞങ്ങളെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇവിടെ എത്തിയത് ചന്ദ്രഹാസ പൂജാരിയാണ്. സെക്രട്ടറി പേരാൽ മാണിക്നിമാണി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചു. നമ്മുടെ പേരാൽ ഉസ്താദ് വളരെ നിർബന്ധമായി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് അവർ. അദ്ദേഹത്തിന് അവർ പോയി കണ്ടപ്പോൾ വസന്ത അടക്കമുള്ള ആളുകൾ ഞങ്ങൾ സ്വീകരിക്കുകയും ആ അടിസ്ഥാനത്തിൽ ചന്ദ്രഹാസ പൂജാരിയും വസന്ത അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും നിങ്ങൾക്കും ഈ സ്ഥാപനത്തിനും ഈ സംഗമത്തിനും വേണ്ടി അഗൈതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജനാർദ്ദനൻ പ്രസിഡന്റ് കോടതമ്പു ദേവസ്ഥാന മുഗല ഈ സംഗമത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്ത അബൂ സാരി മാഷ്, നമ്മുടെ ബഹുമാനനായ MA കാസിം ഉസ്താദിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അറബിക് അധ്യാപകനായി തളങ്കര മുസ്ലിം സ്കൂളിൽ നിന്നും ഒരുപാട് വർഷക്കാലം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബഹുമാനായ ഉസ്താദ് അവരുടെ അറബി അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇവിടെ റിട്ടയർഡ് ചെയ്തിട്ട് ഒരുപാട് വർഷമായി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ഈ സംഗമത്തിൻ്റെ പേരിൽ എല്ലാവിധ സ്വാഗതവും ആശംസിക്കുന്നു. അതുപോലെ പിന്നെ നമ്മുടെ പെറുവാട് ഭജനമന്ദിരത്തിൻ്റെ അയ്യപ്പ ഭജനമന്ദിരത്തിൻ്റെ പ്രഗത്ഭനായ മുൻ പ്രസിഡന്റ് നമ്മുടെ സുധാകരേട്ടൻ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഈ മഹത്തായ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശിവാനന്ദ മാഷ് എത്തിക്കാണുന്നില്ല, ഏതായാലും എത്തുമെന്ന് പ്രതീക്ഷയിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രൊഫസർ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയുടെ പ്രൊഫസർ ബാലകൃഷ്ണൻ പയ്യന്നൂരവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം 5 മണിക്കുള്ള ട്രെയിനിന് പോകണമെന്നും നന്ദി ആരെ കൊണ്ടെന്ന് പറയണം, എനിക്ക് 2 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 5 മണിക്ക് മുമ്പായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം ഇതിന് ബന്ധപ്പെട്ടവർ നൽകുന്നതാണെന്നും കൂടി ഞാൻ അറിയിക്കുന്നു. പിന്നെ നമ്മൾ ക്ഷണിച്ചത് പിന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് CK ശ്രീധരൻ അവർകളാണ്, DCC പ്രസിഡന്റ്. അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എത്തുമെന്ന് വിശ്വാസത്തോട് അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി AKM അഷ്റഫ്, അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് TM മൂസ, അദ്ദേഹം ഇന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇന്നലെ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഹമ്മദ് അബ്ദുൽ ഖാദർ ചമ്പരിക്ക, അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഈ ബഹുമാന്യനായ പെണങ്ങോട് ഉസ്താദ്, ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട പെണങ്ങോട് അബൂബക്കർ സാഹിബ് അവരുകൾക്കും ഈ സംഗമത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനനായ CK മാണിയൂർ, ബംബ്രാണ ഉസ്താദ്, KL അബ്ദുൽ ഖാദർ കാസിമി, ഇവിടുത്തെ ഉസ്താദന്മാർ, അതുപോലെ തന്നെ ഇത് സംഘാടകർ സാലുദ് നിസാമി, സുബൈർ നിസാമി തുടങ്ങിയ മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ അദ്ബദ് N അബ്ദുള്ള താജി, മുഹമ്മദ് PS മുഹമ്മദ് ഹാജി തുടങ്ങിയ മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ സഹോദരങ്ങൾക്ക് നമസ്കാരം. ഇവിടെ ഈ ആവശ്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു സൗഹൃദ സംഗമം ഇവിടെ നടത്തണം എന്ന് ഉദ്ദേശിച്ചത് വലിയവരായ നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗഹാർദ്ദം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം സാഹോദര്യമാണ്. വളരെ സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഒരു നിലയിലും ഒരു ബുദ്ധിമുട്ടും വരാൻ വേണ്ടി പാടില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസമുള്ളവരാണ് ഇവിടെയുള്ള നേതാക്കന്മാർ. ഈ നേതാക്കന്മാരെല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും നമ്മുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് അതേ രൂപത്തിൽ പെരുമാറുകയും ഇങ്ങനെ ഈ കാര്യത്തെ അവർക്ക് പ്രേരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു വസ്തുവിനെ നമ്മുടെ കീഴിലുള്ള മനുഷ്യന്മാർക്ക് പ്രേരിപ്പിച്ചു കൊടുക്കുന്നുവോ അത് നിലവിൽ വരികയും നടപ്പിലാവുകയും ചെയ്യുന്നു. അതിന് യാതൊരു സംശയവുമില്ല. നേതാക്കന്മാരെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെയേറെ സൗഹാർദ്ദം എല്ലാ വിഷയത്തിലുമുണ്ട്. എല്ലാ വിഷയത്തിലും സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ
ഒരു അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് പള്ള നിറച്ച് തിന്നുകൊണ്ട് ഉറങ്ങുന്നവൻ എന്നോട് ബന്ധമുള്ളവനെ അല്ല എന്ന് മഹാനായ ഞങ്ങളുടെ നേതാവ്, ലോകത്തിൻ്റെ നേതാവ്, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ അയൽവാസി എന്ന് പറയുമ്പോൾ അയാൾ ഹിന്ദുവാണോ അല്ലെങ്കിൽ ക്രിസ്ത്യനാണോ അല്ലെങ്കിൽ ജൂതനാണോ എന്നുള്ള യാതൊരു ഭേദഭാവ വ്യത്യാസവും മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അയൽവാസികളോട് വളരെ നല്ല നിലയിൽ പെരുമാറാനാണ് ബഹുമാനപ്പെട്ട നബി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, സഹോദരങ്ങളോട് ആ രൂപത്തിൽ. അപ്പോൾ നാം പരസ്പരം ദിവസേന കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്, ചങ്ങാതിമാരാണ്, പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, ആദരിക്കേണ്ടവരാണ് എന്ന് മാത്രമല്ല നബി പറഞ്ഞ മറ്റൊരു വാക്ക്, അത് മഹാന്മാരായ നേതാക്കന്മാർ മനസ്സിലാക്കുകയാണെങ്കിൽ, മല്ലം യർഹം സഗീറന വലം യുഅഖിർ കബീറന ലൈസ മിന്ന. മഹാനായ നബി പറയുന്ന ആ വാക്കാണ്. ചെറിയ മനുഷ്യന്മാരോട്, അതായത് നമ്മെക്കാൾ താഴെയുള്ളവരോട് സ്നേഹം പുലർത്തുന്നില്ല എങ്കിൽ, അതുപോലെ വലിയവരെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അവനും ഞാനുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് മഹാനായ മുഹമ്മദ് നബി പഠിപ്പിച്ചത്. ഇവിടെ വലിയവൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ മാത്രമാണെന്ന് പറഞ്ഞ ചരിത്രമേ ഇല്ല. അതേപോലെ തന്നെ ഹിന്ദുവാണ് എന്ന് പ്രത്യേകമായിട്ടും പറഞ്ഞതില്ല. എല്ലാവരുമാണ് ഒരു ഭൂമിയിൽ ജീവിക്കുന്ന നാമെല്ലാവരും, ഒരു നാട്ടിൽ ജീവിക്കുന്ന നാമെല്ലാവരും ഒരുപോലെ സഹോദരങ്ങളാണ് അടുത്ത അയൽവാസികളോട്. അതുപോലെ നാട്ടുകാരോട് നമ്മുടെ കല്യാണത്തിലും നമ്മുടെ ബാക്കിയുള്ള പരിപാടികളിലും നമ്മുടെ എല്ലാ ഉത്സവങ്ങളിലും നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും പരസ്പരം സ്നേഹ ബന്ധ സൗഹാർദ്ദം നല്ല പോലെ ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലേശവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു പക്ഷേ അക്രമം കൊണ്ട് ആരെങ്കിലും കൊല്ലപ്പെട്ടു പോവുകയാണെങ്കിൽ കരയുന്ന പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിൻ്റെ ഒരു ചൂട് മുസ്ലിമായതുകൊണ്ട് കുറവോ അല്ലെങ്കിൽ ഹിന്ദുവായതുകൊണ്ട് കൂടുതലോ ഇങ്ങനെയൊന്നുമില്ല. എല്ലാവരും വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, ദുഃഖിക്കുകയാണ്. ആ ദുഃഖം ഒരേപോലെയാണ് മുസൽമാൻ്റെയും ഹിന്ദുവിൻ്റെയും. അതുകൊണ്ട് നമുക്ക് ഒരു അപകടവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഏതായിരുന്നാലും മനുഷ്യന്മാർ, നേതാക്കന്മാർ ചൊല്ലുന്ന വഴിയിൽ കൂടിയാണ് സാധാരണക്കാർ പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ദ്രോഹികൾ എന്തെങ്കിലും അക്രമം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായം അതിന് ഉത്തരവാദി ഒരിക്കലുമല്ല. മുസ്ലിമീങ്ങളിൽ നിന്ന് ആരും അത് പ്രേരിപ്പിക്കുന്നില്ല. ഖത്തീബുമാരാകട്ടെ, ഖാദിമാരാകട്ടെ, നേതാക്കന്മാരാകട്ടെ, സമസ്ത നേതാക്കളാകട്ടെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ഇസ്ലാമിൻ്റെ സംഘടനകളിൽ എത്ര നേതാക്കന്മാരുടെ ഇല്ല, ഒരു മനുഷ്യനും അങ്ങനെയുള്ള ഒരു പ്രേരണ നൽകുന്ന പരിപാടിയേ ഇല്ല. അതേപോലെ തന്നെ ഞങ്ങളുടെ മദ്രസകളിൽ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ആ പഠനത്തിൻ്റെ പുസ്തകങ്ങളെ വലിയവരായ നേതാക്കന്മാർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി കഴിയും. ഏതെങ്കിലും ഒരു മനുഷ്യനെ, ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജൂതനെ ആക്രമിക്കണമെന്നുള്ള പറയുന്ന വാസന പോലും അതിൻ്റെ അകത്തില്ലാത്ത രൂപത്തിൽ വെറും സാഹോദര്യത്തിന് മാത്രമുള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതവും അതിൻ്റെ നേതൃത്വവും. സാക്ഷാൽ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഇലാഹ്, പടച്ചവൻ, അവനും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതേ രീതിയിലാണ്. അതേപോലെ തന്നെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് വേണ്ടി നമ്മുടെ നാടായിരിക്കുന്ന ഈ കുമ്പള പഞ്ചായത്ത്, ഇതിൻ്റെ പരിസരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആ സാഹോദര്യം നല്ല ബന്ധത്തോടു കൂടി മുന്നോട്ട് പോയാൽ അത് കണ്ടിട്ട് അതിൻ്റെ അടുത്ത് അങ്ങനെ പോയിട്ട് കേരളം മുഴുവനും, അതേപോലെ തന്നെ ബാക്കിയുള്ള നാടുകളും ഒരു സ്ഥലത്ത് കണ്ടിട്ടാണ് ആ മനുഷ്യൻ വലുതാകുന്നത്. നോക്ക്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏതോ ഒരു നാട്ടുകാരനാണ്.
അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ഉമ്മയുടെ മകനാണ്. ആ നാട്ടിൽ നിന്ന് വളർന്ന് അയാൾ ഡൽഹിയിലേക്ക് എത്തി, കേരളത്തിലേക്ക് എത്തി. അതുപോലെ ഇന്ത്യ മുഴുവനും അദ്ദേഹം അറിയപ്പെട്ടു, എല്ലാവരും ആദരിക്കപ്പെട്ടു. മഹാത്മാഗാന്ധിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നല്ല പ്രവൃത്തി ചെയ്ത വ്യക്തികൾ. അതേപോലെ തന്നെ ഒരു നാട് സാഹോദര്യത്തിൻ്റെ മാതൃക കാണിച്ചാൽ അത് കണ്ടുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും കാണും. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും നേതാക്കന്മാരാണ്, വലിയവരായ നേതാക്കന്മാരാണ് ഈ ഇരിക്കുന്നതൊക്കെ. നാം എല്ലാവരും അതേ സൗഹാർദ്ദത്തെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പണക്കം ഒരിക്കലും വേണ്ട, ഒരവസരത്തിനും വേണമെന്നുള്ള ഒരു ചിന്തയും നമുക്കില്ല. നമ്മുടെ കല്യാണങ്ങളിൽ നിങ്ങൾ വരണം, നിങ്ങളുടെ കല്യാണങ്ങളിലേക്ക് ഞങ്ങൾ വരണം. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സദസ്സുകളിലും ഒരുപോലെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രത്യേകമായ ആരാധനകളുണ്ടല്ലോ, ഇബാദത്ത്, അത് നിങ്ങളുടേത് നിങ്ങൾക്ക് പ്രത്യേകമുള്ളതാണ്, ഞങ്ങളുടേത് ഞങ്ങൾക്ക് പ്രത്യേകമുള്ളതാണ്. അതിലുള്ള ബന്ധമില്ല. അത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ആചാരമാണ്, അങ്ങനെയാണ്. അത് ആരെയും ആക്രമിക്കാനല്ല ഒരു ഹിന്ദുവിൻ്റെ അടിസ്ഥാന തത്വം പറയുന്നതും അങ്ങനെയല്ല, ക്രിസ്ത്യൻ്റെ അടിസ്ഥാന തത്വം പറയുന്നതും അതല്ല, അതേപോലെ മുസ്ലിമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പറയുന്നതും അതല്ല. ആ രൂപത്തിൽ നാം എല്ലാവരും സഹോദരങ്ങളായി ജീവിക്കാനുള്ള ഒരു വഴി ഏത് രൂപത്തിലാണോ കാണേണ്ടത് അത് കണ്ട് അതേ സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകാൻ പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായിരിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാം. കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മഞ്ജുനാഥ ആൾവ സാറവറുകളെ ആദരവോടുകൂടി ക്ഷണിക്കുക. ആദരണീയ ഈ സമാരംഭത്തിൽ അധ്യക്ഷരായ ശ്രീ കാസിം മുസ്ലിയാർ അവരുടെ, വേദിയിലിരിക്കുന്ന മായിപ്പാടി രാജാവിൻ്റെ പ്രതിനിധിയായി വന്ന റഘുവർമ്മ രാജ അവരുടെ, നമ്മുടെ അമ്പലങ്ങളോട് വളരെയേറെ പ്രവർത്തിക്കുന്ന ധർമ്മദർശി ശ്രീ ബി വസന്തപൈ അവരുടെ, ശ്രീ വർഗീസ് മാസ്റ്ററെ, ശ്രീ രമേശ് ഭട്ടെ, അതേപോലെ വേദിയിലുള്ള എല്ലാ മതപണ്ഡിതന്മാരെ, ഇവിടെ എൻ്റെ എതിരിലിരിക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ ഈ സൗഹാർദ്ദ സംഗമത്തിൻ്റെ അധ്യക്ഷ വേദിയിൽ നമ്മുടെ കാസിം ഉസ്താദ് നല്ല അയാളെ ഞാൻ കുറേ അയാളെ പ്രഭാഷണം കേട്ടിട്ടുണ്ട്. ഈ മതസൗഹാർദ്ദം പറഞ്ഞാൽ എന്ത്, അത് എങ്ങനെ വേണം എന്ന് ജനങ്ങൾക്ക് അറിയുന്ന പോലെ പറയാൻ ഒരു താക്കത്തിൻ്റെ ആളാണ് ശ്രീ കാസിം ഉസ്താദ്. അയാളിപ്പോൾ എന്തോ ചെറിയ കുറച്ച് വാക്കിൽ ഇവിടെ നിർത്തി. പക്ഷെ അയാളെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായ ഒരു അരമണിക്കൂർ അയാളെ പ്രഭാഷണം ഇന്നും കേൾക്കാനായിട്ട്, അത് അയാളെ ഈ സമയത്തിൻ്റെ അഭാവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അയാൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും പരസ്പര ബന്ധുക്കളാണ്. നമ്മളെ ആരും പ്രത്യേകമായിട്ടിൻ്റെ ആൾക്കാരല്ല. അയാൾ പറഞ്ഞ പോലെ ഹിന്ദു ശാസ്ത്രവും പറഞ്ഞത് അങ്ങനെ, വസുദൈവി കുടുംബം എന്ന് പറഞ്ഞ് എല്ലാവരും ഈ ഭൂമിയിലിൻ്റെ ആൾക്കാരെല്ലാം ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. അതേപോലെ ഏത് യാഗയജ്ഞാക്കിയാൽ ലാസ്റ്റ് നമ്മൾ പറയുന്നത് എന്ത് പറഞ്ഞെങ്കിൽ സർവ്വജനോ സുഖിനോ ഭവന്തു, കേവലം ഹിന്ദുക്കൾക്ക് മാത്രം സുഖം കിട്ടാൻ, അല്ലെങ്കിൽ അതല്ല, സർവ്വജനം എല്ലാവർക്കും ഈ സുഖം കിട്ടാൻ, എല്ലാവർക്കും സമ്പത്ത് കിട്ടാൻ, എല്ലാവരും നല്ലതാണായിട്ടാണ് ഹിന്ദു ശാസ്ത്രത്തിൽ ഹിന്ദു പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷെ ഇന്ന് എന്തായി, നമ്മുടെ ഉസ്താദ് പറഞ്ഞ പോലെ ഇന്ന് ഈ ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ തലമുറകൾക്ക് ഒരു ഗൗരവം കൊടുക്കുന്ന ആ കാഴ്ചപ്പാട് നമുക്ക് കാണുന്നില്ല. ഇത് കേവലം മുസ്ലിംസോ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടല്ല, സാധാരണ എല്ലാ ഇന്നത്തെ പുതിയ തലമുറകൾക്ക് ഒരു വയസ്സായ ആൾ വന്നെങ്കിൽ അയാൾക്കൊന്ന് എനിക്കിട്ട് ഗൗരവിക്കുന്നതോ അയാളെ സ്ഥാനത്തിന് ഒരു ഗൗരവിക്കുന്നതോ അതൊന്നും ഇന്ന് കാണുന്നില്ല. അതാണ് നമുക്ക് ഇന്ന് ഏറ്റവും വലിയ ഒരു സമാജത്തിൽ ഒരു ദോഷം വന്നിട്ടുള്ളത്. ആ ഗൗരവം കൊടുക്കുന്ന ഇത് ഇല്ലാതെ കൊണ്ടാണ്. പക്ഷെ അത് എപ്പോഴും ആവശ്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഉസ്താദ് പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്തോ ഒരു ഇതാകുന്നില്ല. പക്ഷെ അത് അയാൾക്ക് ആ സ്ഥാനത്തിന് കൊടുക്കേണ്ട ഗൗരവമാണ്. രാജാവ് വന്ന് രാജാവിൻ്റെ ഒരു ജനപ്രതിനിധിയായിട്ട് വന്ന് വരുമ്പോൾ നമ്മളെ എനിക്കിൻ്റെ ആ സ്ഥാനം കൊടുക്കേണ്ടത് അത് നമ്മളെ കടമയാണ്. അപ്പോൾ അതേപോലെ വസന്തപൈകളെ പോലുള്ള ധാർമ്മിക നായകന്മാർ വരുമ്പോൾ അവർക്ക് ആ സ്ഥാനം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദത്തിൽ ഒരു ജീവിക്കുവാനും നല്ല ഒരു വഴിയിൽ പോകാൻ സാധിക്കും. സംഘർഷം എപ്പോഴും ഒന്നിന് പരിഹാരമല്ല. സംഘർഷത്തിന് സൃഷ്ടിയാക്കി കൊണ്ടുപോകും. ഒരുത്തനെ കൊണ്ടെങ്കിൽ പിന്നെ ഒരുത്തനെ കൊണ്ടുപോകും. ഇത് പിന്നെ കൊല നടന്നുകൊണ്ടേ ഉണ്ടാവും.
ആ കൊല്ല നടക്കുമ്പോൾ എന്താവും, എല്ലാ വീട്ടിലും കണ്ണീരിൻ്റെ ഇത് ഉണ്ടാവല്ലാതെ ഒരു സന്തോഷം, ഒരു മനസ്സ് തുറന്നിട്ട് സംസാരിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ സംഘർഷം ഒന്നിനും പരിഹാരമല്ല. എല്ലാ സൗഹാർദ്ദത്തിലും ഇപ്പം നമ്മുടെ ഔദ്യോഗികരെല്ലാം ഉണ്ട്. നമ്മളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൊടിയമേർന്നെങ്കിൽ എല്ലാവർക്കും അറിയുന്ന നാടാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തെയ്യത്തിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും പോകും, ഏത് ഉറൂസിൻ്റെ പരിപാടിക്ക് പോകും, കല്യാണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം അങ്ങോട്ടും മരിച്ചെങ്കിലും എല്ലാവരും പറന്നിട്ട് മരിക്കുന്നവരെ എല്ലാം എന്തെല്ലാം പരിപാടി ഉണ്ടായാലും എല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സമാജത്തിന് നല്ല മതേതര സമാജമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ആദ്യം നമ്മൾ ആക്കേണ്ടത് നമ്മൾ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിച്ചാൽ, എന്നെ ഞാൻ സ്നേഹിച്ചാൽ എൻ്റെ അടുത്തുണ്ട് എൻ്റെ അച്ഛനെ, അമ്മനെ, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ അവരെ ഞാൻ സ്നേഹിച്ചാൽ എൻ്റെ അടുത്തുള്ള പുറക്കാരനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ അടുത്തുള്ള പുറക്കാരനെ, വീട്ടുകാരനെ നമ്മൾ സ്നേഹിച്ചാൽ എൻ്റെ ഈ വാർഡിലുള്ള ആൾക്കാരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. ഇങ്ങനെ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഇത് നമുക്ക് ഈ സ്നേഹം എന്നത് ഇങ്ങനെ പടരിക്കൊണ്ട് പോയെങ്കിൽ അത് ഈ രാഷ്ട്രത്തിൽ തന്നെ നമ്മളെല്ലാവരും ഒന്നായിട്ട് നിൽക്കുവാൻ സാധിക്കും. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ക്യാമ്പസ് റെസിഡൻഷ്യൽ സ്കൂളാണ്. ഈ സ്കൂളിൽ 10 മാസ്റ്റർ നേരത്തെ പറഞ്ഞ 12 കൊല്ലത്തിൻ്റെ വിദ്യാഭ്യാസം പഠിച്ചിട്ട് പോകുമ്പോൾ ഒരു 120 വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് പറഞ്ഞ് ആ 120 വിദ്യാർത്ഥികൾ പഠിച്ചിട്ടാകുമ്പോൾ ആ 120 കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഒരു സാമൂഹികമായിട്ട് ജീവിക്കുവാനും ഒരു നല്ല മുന്നോട്ട് പോകാനും സാധിക്കും. അങ്ങനെ ഈ നമ്മുടെ സമാജത്തിൽ നല്ലതായിട്ട് പോയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ എല്ലാ ദുരവസ്ഥകളും നമുക്ക് ദൂരാക്കിയിട്ട് നല്ല ഒരു സമാജമായിട്ട്, സൗഹാർദ്ദ സമാജമായിട്ട്, മതേതര സമാജമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇന്ന് ബഹുമാനപ്പെട്ട നമ്മളിപ്പോൾ സാധാരണ എപ്പോഴും നമ്മുടെ വസന്ത പൈകൾ പറയുന്നുണ്ട്, ആര് എന്ത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതല്ലാതെ ദൈവം തീരുമാനിക്കുന്നത്. ആ തീരുമാന പ്രകാരം തന്നെ നടക്കുമല്ലാതെ നമ്മൾ തീരുമാനിച്ചൊന്നും നടക്കില്ല എന്ന് ബഹുമാനപ്പെട്ട വസന്ത പൈകൾ പറയുന്നുണ്ട്. അതേപോലെ ഇന്നിപ്പോൾ MP ഉദ്ഘാടനം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ആ ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ ഈ ദൈവത്തിൻ്റെ പേരിൽ ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു. ജയ്ഭാരത്. വിശ്വാസികൾ ഒരു ദിവസം 17 നേരം പ്രാർത്ഥിക്കുന്നത് ഇതിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി. ഇയ്യാക്കൻ അഴുതു ഇയ്യാക്കൻ സ്ഥലം. പടച്ചവനെ, ഈ ഭൂമിയിൽ അധിവസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും നീ സഹായിക്കണമേ. അവർ ദൈവവിശ്വാസികളും ദൈവനിഷേധികളുമുണ്ട്, പക്ഷേ അവർ മനുഷ്യരാണ്. അവരെല്ലാം നീ സഹായിക്കണമേ എന്ന് ഓരോ ദിവസവും ഒരു വിശ്വാസി 17 തവണ പ്രാർത്ഥിക്കണം എന്നത് നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ ലോകത്തിലെ വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുകയാണ്. വ്രതത്തിൻ്റെ സാമൂഹിക മാനത്തെ സംബന്ധിച്ച് വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നടത്തിയ പഠനത്തിൽ കാണുന്നത്, വ്രതത്തിൻ്റെ സാമൂഹിക മാനം എന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തലാണ്. ലോകത്തിലെ വിശ്വാസികൾ മതം അനുശാസിക്കുന്ന വിധം വ്രതമനുഷ്ഠിക്കാൻ തയ്യാറായാൽ ലോകത്ത് പട്ടിണി പോലും ഉണ്ടാവില്ല എന്ന് സാമൂഹിക ശാസ്ത്രത്തെ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തിയ ലോക ചിന്തകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ സൂറത്ത് നബയിലെ 17 വചനങ്ങൾ ഭൂമിയെ സംബന്ധിച്ച് പറയുന്നു. അതിൽ പറയുന്നത് വജഅൽനഹാറ മആശ, പകലുണ്ടാക്കി തന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉപജീവനം തേടിയുള്ള സഞ്ചാരത്തിന് വേണ്ടിയാണ്. അത് വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ ഇല്ല. വജഅൽന ലൈല ലിബാസ, രാത്രി ഉണ്ടായത്, ഇരുട്ടുണ്ടായത്, വെളിച്ചം ഇല്ലാതായത് എല്ലാ മനുഷ്യർക്കും ശാന്തമായി ഉറങ്ങാനാണ്. അവർക്ക് സമാധാനപരമായി ഉറങ്ങുന്നതിന് വേണ്ടിയാണ് ഉണ്ടായത്. അതുപോലെ ഭൂമിശാസ്ത്രപരമായി നാം കാണുന്ന പർവ്വതങ്ങളും മറ്റു കുന്നുകളൊക്കെ ഉണ്ടായത് ഭൂമിയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. ഭൂമി ഇളകാതെ ആണിയായി ഉറപ്പിച്ചു നിർത്തിയാണ്. ഈ ഭൂമി സംവിധാനിച്ചത് ഏതാനും ചിലർക്ക് വേണ്ടിയല്ല, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. പ്രകൃതിയോട് അനീതിപരമായി ഇടപെടുന്നത് പ്രകൃതി ഇടപെടുന്നതിന് ക്ഷോഭമുണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം എന്നത് മാനവ സമൂഹത്തിൻ്റെ സമാധാനപരമായ വ്യവഹാരങ്ങൾക്കും ജീവിതത്തിനും വേണ്ടി നിയുക്തമാക്കപ്പെട്ടതാണ്, ഉണ്ടാക്കപ്പെട്ടതാണ്. ആത്മീയമായ വിശുദ്ധിയിലൂടെ, നല്ല ചിന്തയിലൂടെ, നല്ല വിചാരത്തിലൂടെ മനുഷ്യരെ നിയന്ത്രിത മനുഷ്യരാക്കി തീർക്കുകയാണ് മതം ചെയ്യുന്നത്. ഒരനിയന്ത്രിത സമൂഹം വരുമ്പോൾ വരാൻ പോകുന്ന ലോകം ഭയപ്പെടുന്നത് അനിയന്ത്രിതമായ ഒരു ലോകത്തെയാണ്, യുവജനങ്ങളെയാണ് ഭയപ്പെടുന്നത്.
ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത, ആരെയും അനുസരിക്കാത്ത, ആർക്കും വഴങ്ങാത്ത, നിയമവാഴ്ചകൾ മാനിക്കാത്ത ഒരു ജനതയാണ് അണുബോംബിനേക്കാൾ ലോകം ഭയപ്പെടുന്നത്. അതില്ലാതിരിക്കുന്നതിന് വേണ്ടി മതം ചില നിബന്ധനകൾ, ചില നിയന്ത്രണങ്ങൾ വെച്ചു. ആ നിയന്ത്രണ പരിധിയിലൂടെ സഞ്ചരിച്ച് മറ്റുള്ളവർക്ക് ഗുണകരമായി ഉപകാരപ്രദമാകുന്ന വിധം ഭൂമിയിലെ ജീവിതം സമാധാനപരമാവുക. ഇസ്ലാം പറയുന്നത് അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം എന്നാണ്. സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ക്ഷണമുള്ളത്. നമ്മളറിയാം എന്ന്, അതിൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് റഹ്മാൻ എന്നത്. റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും കരുണ ചെയ്യുന്നവനെന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കട്ടെ, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കട്ടെ, അവർക്കെല്ലാം കരുണ ചെയ്യുന്നവനാണ് ദൈവം. ഈ കരുണയാണ് ദൈവത്തിൻ്റെ എല്ലാ അടിമകളും ഉടമകളും ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മാനവ സമൂഹത്തിന് സമാധാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, പ്രവാചകന്റെ ഒരു പേര് തന്നെ റഹ്മത്ത് എന്നാണ്. പ്രവാചകന്റെ ഒരു പരിശുദ്ധ ഖുർആൻ പ്രവാചകനെ പരിചയപ്പെടുത്താൻ ഇന്നാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ഈ സർവ്വലോകത്തിനും സ്നേഹമായി, കരുണയായി മാത്രമാണ് പ്രവാചകന്റെ നിയോഗമുണ്ടായത്. പ്രവാചകൻ കരുണയെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, കരുണയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, കരുണയെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ വിശ്വാസികൾക്ക് പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ആ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം പ്രവാചകന്റെ ദർശനത്തിനോട് നീതി പുലർത്തി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്.